വചനം സത്യവചനം നിർമ്മലവചനം നിതാന്ത സ്നേഹം നിർഭയ സാന്നിധ്യം ആത്മാവിനെ തഴുകിയുണർത്തുന്ന പ്രഭാത വിചാരം പ്രഭാതവചനം വചനമാം ദൈവമേ നമോസ്തുതേ. വചനം പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രഭാതത്തിൽ പ്രഭ ചൊരിയും വിചാരം, വിശുദ്ധിയിൽ നിറയുന്ന വിചാരം, ഇടമുറിയാതെന്നും പ്രഭാത വിചാരം. ഇഹലോക ജീവിതത്തിൽ ഒരു ക്രൈസ്തവൻ തികഞ്ഞു വരേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? പലപ്പോഴും നാം ചോദിക്കാറുണ്ട്, ഒരു ക്രിസ്തുമത വിശ്വാസി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്? അവന്റെ വിശ്വാസ ജീവിതത്തിൽ കരുതലും ജാഗ്രതയും ആവശ്യമുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്? വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്കതിന് ഉത്തരം കിട്ടുന്നുണ്ട്. 18-ാമത്തെ സങ്കീർത്തനം അതിന്റെ 32-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ വളരെ വ്യക്തമായി പറയുന്നു, ഒരു മനുഷ്യൻ തന്റെ വഴികളിൽ തികഞ്ഞു വരേണ്ടതായിട്ടുണ്ട്. ദൈവത്തിങ്കലേക്ക് നയിക്കപ്പെടുന്ന വഴി ഇഷ്ടപ്പെടുകയും ആ വഴിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുക ഒരു ക്രിസ്തുമത വിശ്വാസിയുടെ പരമപ്രധാനമായ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് നമ്മുടെ വഴികൾ എപ്രകാരമാണെന്നും നമ്മുടെ സഞ്ചാരം ആത്മീയ യാത്ര എപ്രകാരമാണെന്നും എപ്പോഴും ഒരു വിശ്വാസി അവന്റെ ഹൃദയത്തിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. 1 യോഹന്നാൻ 2-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യവും 4-ാമത്തെ അധ്യായത്തിന്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ അവിടെ നാം കാണുന്നു, ഒരു വിശ്വാസി ദൈവ സ്നേഹത്തിൽ തികഞ്ഞു വരേണ്ടതായിട്ടുണ്ട്. ഇഹലോക ജീവിതത്തിൽ ദൈവത്തോടും മനുഷ്യനോടും ആത്മാർത്ഥത പുലർത്തുക, മാന്യമായി ജീവിക്കാനുള്ള ഉൾപ്രേരണ ഉണ്ടാവുക, ദൈവസ്നേഹത്തിന്റെ വാഹകരാകുക, മറ്റുള്ളവരിലേക്ക് പകരുന്നവരാവുക. അങ്ങനെ ജീവിതത്തെ അടിമുടി ദൈവസ്നേഹത്തിൽ നിറച്ച് നിലനിർത്താൻ സാധിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തുമത വിശ്വാസി എന്നുള്ളതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത്. 2 കൊരിന്ത്യർ 7-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ഒരു ക്രിസ്തീയ വിശ്വാസി വിശുദ്ധിയിൽ തികവുള്ളവനായിരിക്കണം. ഒരു ക്രൈസ്തവന്റെ ജീവിതം വിശുദ്ധിയിൽ അധിഷ്ഠിതമായിരിക്കണം. കാരണം കർത്താവായ യേശുക്രിസ്തു തന്റെ പരിശുശ്രൂഷ കാലത്ത് തിരുവായി മൊഴിഞ്ഞതുപോലെ, എന്റെ സ്വർഗത്തിലെ പിതാവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ ഞാനും വിശുദ്ധനായിരിക്കുന്നു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധിയുള്ളവരായിരിപ്പിൻ. അതുകൊണ്ട് വിശുദ്ധിയിൽ അധിഷ്ഠിതമായ ക്രിസ്തീയ ജീവിതത്തിന് എപ്പോഴും അർത്ഥവും ആഴവുമുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എബ്രായ ലേഖനം 13-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം നാം വായിക്കുമ്പോഴും 2 തിമോത്തിയോസ് 3-ാമത്തെ അധ്യായത്തിന്റെ 16-ഉം 17-ഉം വാക്യങ്ങളും നാം ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോഴും അവിടെ നാം കാണുന്നു, ഒരു വിശ്വാസി നല്ല പ്രവൃത്തിയിൽ തികവുള്ളവനായിരിക്കണം. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരാൾ സൽപ്രവൃത്തികളിൽ തികവുള്ളവനായിരിക്കണം, തികഞ്ഞ് വരേണ്ടവനാണ്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തെ എപ്പോഴും സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ സൽപ്രവൃത്തികൾ എന്ന് പറയുന്നത്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ഒരു വിശ്വാസി വിശ്വാസത്തിൽ തികവുള്ളവനായിരിക്കണം. കാഴ്ചയാലല്ല, വിശ്വാസത്താലത്രേ നാം ജീവിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്തിലുള്ള തികവ്
യാക്കോബ് ശ്ലീഹായുടെ വാക്കുകളിൽ പറഞ്ഞാൽ ഒരു ക്രിസ്തുമത വിശ്വാസിയുടെ മുഖമുദ്രയായിരിക്കണം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് അവൻ തനിക്കും തന്റെ കുടുംബത്തിനും തന്റെ ചുറ്റുമുള്ളവർക്കും ഒരു സാക്ഷ്യപത്രമായി മാറുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആരാധന 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 ആത്മാവിൻ നാഥനെ ആരാധന. ഹാലേലൂയ ഹാലേലൂയ ഹൃദയനാഥനെ ആരാധന. അനശ്വര സ്നേഹമേ ആരാധന. മാറ്റമില്ല